എന്താ ഇനി ബാക്കിയായിട്ടല്ലോ. കോളേജ് ഇല്ലായിരുന്ന ഒരു ദിവസം പെട്ടെന്ന് ചെറിയച്ചൻ വിളിച്ച് ഞെട്ടാൻ തയ്യാറായി ഹോസ്റ്റലിന് വെളിയിലേക്ക് വരാൻ പറഞ്ഞു. മുരളിയുടെ ചെറിയച്ഛൻ എന്ത് ചെയ്യുന്നു? ക്യാച്ച് പറീസ് എന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ സിഇഒ ആണ്. ക്യാച്ച് പരീസ്? യെസ്. അതെന്തൊരു പേരാ? പിടിച്ചുപറി എന്നാണ് അതിന്റെ മലയാളത്തിൽ അർത്ഥമെങ്കിലും ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ഞങ്ങളുടേത്. അതിന്റെ ലോക്ക് ബ്രേക്കിംഗ് ഡിവിഷന്റെ സാങ്കേതിക ഉപദേഷ്ടാവാണ് ഇദ്ദേഹം, കണ്ണൻ മേനോൻ. ഇത് ചിപ്പ് ആൻഡ് വൈറ്റില GAS കട്ടിംഗ് ആൻഡ് റിമൂവിംഗ് സ്പെഷ്യലിസ്റ്റ്. ഹലോ. കേട്ടോ മുരളി, ഇതുപോലുള്ള വ്യവസായ സംരംഭകരാണ് നമ്മുടെ നാടിന്റെ മുതൽക്കൂട്ട്. ശരിയാണ് ചു. പലരും കൂട്ടിവെച്ച മുതലുകളാണ് എന്നും എന്നെ മുമ്പോട്ട് നയിച്ചിട്ടുള്ളത്. മുരളിയും ഇതുപോലെ മിടുക്കനാകുമല്ലോ അല്ലേ? ഇതുപോലെ തന്നെ വേണോ? പിന്നെ ഇതുപോലൊരു വലിയ മനുഷ്യൻ വന്ന് നിനക്കൊരു കാപ്പി മേടിച്ചു തരാൻ ഒരു കോഫി ഷോപ്പിൽ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയാൻ എനിക്ക് ആവില്ല മൈസാൻ. പോയി വരൂ. എവിടെ പോയാലും എന്തെങ്കിലും അടിച്ചോണ്ട് വന്നോളൂ. ഈ ഗിറ്റാർ എന്ന് പറഞ്ഞവന് പ്രാന്താ. അനിയാ, അതാണോ ഗിറ്റാർ? അത് ഗിറ്റാർ, അതാണ് ഗിറ്റാർ. നല്ല തറവാടി ചെറിയച്ച. ഇതെവിടെ തിരിച്ചു വെച്ചില്ലെങ്കിൽ അച്ഛൻ ഇത് കയ്യിൽ നിന്ന് വിഷമിക്കാതിരി. ഈ ലോക്ക് ബ്രേക്കിംഗ് സ്പെഷ്യലിസ്റ്റുകൾ എന്റെ കൂടെ ഉള്ളപ്പോ ആ സാധനം അച്ഛൻ്റെ റൂമിൽ തിരിച്ചു വെക്കില്ല അത്ര വലിയ പ്രശ്നമുള്ള കാര്യമാണ്. പെൻഷൻ കെട്ടി കാശ് മൊത്തം കെട്ടിപ്പിടിച്ചാൽ വീട്ടിലിരിക്കാതെ ജീവിതമൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാതെ ഒരു ബാറ്ററി ചേർത്ത മൊബൈലിൽ ഇതെന്റെ ചിറ്റയുടെ മോൻ സുഗുണൻ, ഇത് ആശാന്റെ ചേട്ടന്റെ മോൻ മുത്ത്. ഇവരുടെ കാര്യങ്ങളെല്ലാം എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. ഇനിയിപ്പോ ചെറിയച്ച നേരെ നാട്ടിലേക്കാണോ? അല്ലല്ല, ഞങ്ങൾക്ക് കൊരട്ടിപ്പള്ളി പെരുന്നാൾ കൂടണം. ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന നേർച്ചയാ. ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് നേരണം. ചെറിയച്ഛന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ട കുഞ്ചാക്കോ പുതിയ ബന്ധം സീനിയേഴ്സിനെതിരെ പ്രയോഗിക്കാൻ തീരുമാനിച്ചു അല്ലടാ. അടുത്ത ദിവസം തന്നെ അവരെയും കൂട്ടി ആദ്യ ശ്രമം തുടങ്ങി. അമ്മാരുടെ കൂടെ നിൽക്കുന്ന നമ്മൾ അന്ന് ഉടക്കി പിരിഞ്ഞ ബ്രോക്കർ സുഗുണനല്ലടാ. ഇന്ന് വരട്ടിയാ മാത്രം മതി. സുപ്രണ്ണ, ഇന്നലെ വടിവാൾ വെച്ച് എന്തായിരുന്നു പരിപാടി? ഇന്നലെ ഞാൻ അവന്റെ കൊതികാലങ്ങ് വെട്ടി. ആ വെട്ടിന അവന്റെ കഴുത്തങ്ങ് തെറിച്ചു പോയി. ഇനി ഞാൻ നീ വിളിച്ചാൽ എങ്ങും വരത്തില്ല, പിണങ്ങി. സർവ്വ വളിപ്പന്മാര് സമ്മേളിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് എന്തേലും തറ വർത്താൻ അവന്മാര് പറഞ്ഞ ഞാൻ അതിലും പണി കൊടുക്കാൻ ഇന്ന് നമുക്ക് ആ മൊബൈൽ വീഡിയോ കേസ് അടിച്ചാലോ? മക്കളെ, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? പിന്നെ എങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഉരുട്ടി കൂട്ടുന്നേ. നിനക്കൊക്കെ എന്ത് മസിലുണ്ടായിട്ട് എന്താടാ കാര്യം? നിന്റെ മൂട്ടിൽ മുഴുവൻ വൃത്തിയുടെ കാക്കപ്പുള്ളിയില്ല. അത് നീ എങ്ങനെയുണ്ട്? നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഏതു നേരം മഞ്ഞയിൽ തലവെട്ടിപ്പാടുള്ള നിക്കറിട്ടുണ്ട്. ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിക്കോളടാ. ആടി എപ്പടാ മാന്യന്മാരുടെ എല്ലാ വള്ളിയും പുള്ളിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. വൈകാതെ ആ 6 ക്ലിപ്പും പുറത്തു വരും, നോക്കിയിരുന്നോ. ഞങ്ങള് മാത്രമല്ലടാ, നിങ്ങളൊക്കെ പെട്ടു. ഇനി എന്നാ വിലാസിന്റെ അവിടെങ്ങാനും പോയത്? ആ ബ്രോക്കർ സുഗുണൻ അന്ന് ആ കുഞ്ചാക്കോയോടൊപ്പം കണ്ടപ്പോഴേ എന്തോ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. മിസ്റ്റർ കുഞ്ചാക്ക്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആദ്യത്തെ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. ആ വളിപ്പന്മാരൊക്കെ തലകറങ്ങി അവിടെ ഇരിപ്പുണ്ട്. ആണോ? എങ്കിൽ ബാക്കി കാര്യം ഞാനും ഏറ്റു. മനുഷ്യരുടെ പ്രാന്തെടുത്തിരിക്കുമ്പോഴാണ് അവരുടെ ഒരു മണഗുണ പാട്ട്. പോയൊന്ന് മാറ്റാൻ പറയടാ. പേടിക്കണ്ടെന്ന് നീയല്ലേ പറഞ്ഞത്? ഇനി ആ പൊണ്ണം കുഞ്ചാക്കോടെ കാല് പിടിക്കാൻ പോണല്ലോ. ദൈവം നിർത്തണ അത് മാറ്റിയിട്ട് ഇത്. ഓഹോ, ഇത്ര അർത്ഥവത്തായ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടു തുടങ്ങി. ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല. ഞങ്ങൾക്ക് ഇപ്പൊ മരിച്ചാൽ മതി എന്ന് തോന്നുന്നുണ്ട് അച്ചു. ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്തിനാന്ന് വെച്ചാ പറ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോയിട്ട് പഠിക്കാനുള്ളതാ. ഷോക്കടിയേറ്റ അമ്മായി എന്ന സിനിമ സെക്കൻഡ് ഷോ കണ്ടുവരുമ്പോഴാണ് നിങ്ങളുടെ സുഹൃത്ത് ആ സുഗുണം ഞങ്ങളെ പ്രലോഭിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോയത്. വേണ്ടെന്ന് ഞാൻ അമ്മയുടെ 100 വട്ടം പറഞ്ഞു. തോരെ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഇത്രയും പേരുടെ സെറ്റപ്പിന് ഈ തുക വളരെ കുറവാണ്. ഒരു ഗമയ്ക്ക് വേണ്ടി എല്ലാവരും ചെയ്ത പോലെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ടാണ് ഞാനും വന്ന് ഇറങ്ങി വന്നത്. ചമ്മലോർത്ത് അതിനെപ്പറ്റി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല. യുവമാരും ഷർട്ടിന്റെ ഒറ്റ ബട്ടൺ പോലും അവളുടെ റൂമിൽ ഇരുന്ന് അഴിച്ചിട്ടും ഇല്ല. പക്ഷെ പെണ്ണുങ്ങൾ തത്ത പറയും പോലെ വേണ്ടാത്ത വള്ളിയും പുള്ളിയും വിളിച്ച് പറയുകയും ചെയ്യുന്നു. ഇനി വേറെ വല്ല പെണ്ണ് കേസ് ആണോടെ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവളുമാര് പറഞ്ഞ അടയാളങ്ങളൊക്കെ സ്കാനിങ് റിപ്പോർട്ട് നോക്കി പറയുന്ന പോലെ വളരെ കീർത്തിവാ. പക്ഷെ വേറെ അങ്ങോട്ട് ഞങ്ങൾ പോയിട്ടുമില്ല. ഞങ്ങൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, മാപ്പാക്കണം. നിങ്ങളുടെ ആ സുഹൃത്ത് സുഗണ്ണോട് പറഞ്ഞ് അവൾ പിടിച്ച ഒളിക്യാമറ CD എങ്ങനെങ്കിലും പറഞ്ഞ് ഞങ്ങൾക്ക് മേടിച്ച് തരണം.
എത്ര പൈസ വേണേലും ചിലവാക്കാം പ്ലീസ്. ശരി ശരി പൊയ്ക്കോ. മോനെ മുരളി, സമയം തെളിയുന്നത് കണ്ടോടാ നീ. ഒന്നാം സമ്മാനം അടിച്ച കാരുണ്യ ലോട്ടറി ആരോതെ ഇവിടെ ഇങ്ങനെ തിരികെ വെച്ച് പോയ പോലുണ്ട്. ഏതായാലും നാളെ ഉമ്മാരെ കാണുമ്പോൾ പറയാനുള്ള ഡയലോഗ് നേഹയെ മായം വിളിച്ചൊന്ന് പറയാം. പറഞ്ഞോ. ആരായിരുന്നു വിലാസിന്റെ മുറിയിൽ ആദ്യം കയറിയത്? ആ പറട്ടെ ക്ലീറ്റസ്. ഈ ആഴ്ച വീട്ടിൽ പോയി വരുമ്പോൾ എല്ലാവരും കഴിവതും പൈസ സംഘടിപ്പിച്ചോണ്ട് വരാം. പൈസ എറിഞ്ഞാലേ സി ഡി കൈ കിട്ടുള്ളൂ, കേട്ടല്ലോ. പോയി മുടിഞ്ഞ ഏറ്റവും കാർഡ് വന്നാൽ പിന്നെ മമ്മി പോലും 5 പൈസ ബാക്കി വെക്കണല്ലോ എന്ന് അടിച്ചു മാറ്റാൻ. അവളമാര് വരുന്നുണ്ട്, മാക്സിമം മീനെയും കാണിച്ചേക്കണേ. നമസ്കാരം സിസ്റ്റേഴ്സ്. സുപ്രഭാതം കൊച്ചിൻ ഡസ്കേഴ്സ്. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ, രണ്ടാമൻ, മൂന്നാമൻ, ലാസ്റ്റ് മാൻ. എന്തിനാണോ തെണ്ടി എന്നെ നോക്കുന്നത്? നിങ്ങളുടെ വിലാസിനി ചേച്ചിക്ക് സുഖാണല്ലോ അല്ലേ? അതെ, ബാറ്റിംഗ് ഒക്കെ പൊളിയായിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെയും കണ്ടു. ശരി, പോട്ടെ, ബൈ ബൈ. കണ്ട നമ്മളാ പണ്ടാരത്തിന്റെ റൂമിൽ കയറിയ ഓർഡർ കൃത്യമായി പറയണ കണ്ട. നിങ്ങൾ ഇങ്ങനെ തല്ലുകൂടാ, ധൈര്യമായിട്ടിരി. രക്ഷിക്കാവുന്ന കുഞ്ചാക്കോ എന്നോട് ഏറ്റതല്ലേ? ആ പൊട്ടൻ ചക്കന്മാരുടെ പൈസ മൊത്തം നമുക്ക്. ആ അഹങ്കാരി വിലാസിനുടെ തലയില് ഞാനൊരു ഉടങ്കൊലി മാരുതി കെട്ടിവെച്ചത്. അപ്പൊ അവള് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഈ സ്കൂട്ടർ എന്നെ വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കും. ഇത് വെച്ച് നമുക്കൊരു കളി അങ്ങ് കളിച്ചേ പറ്റൂ. അതെ, പൂത്ത പൈസയുള്ള വീട്ടിലെ മണ്ടന്മാര്. നമുക്കൊരു 25 ലക്ഷം രൂപ ചോദിച്ചാലോ? അയ്യോ, അത് തീരെ കുറഞ്ഞു പോയല്ലോ. അയ്യോ, അതിൽ കൂടുതലൊക്കെ ചോദിച്ചാൽ റെഡി കാശ് എടുക്കാൻ അമാരൻ ഉണ്ടാവോ? ദേ, ആദ്യം കിട്ടുന്ന 15 ലക്ഷം ഞാൻ എടുക്കും. ലാസർ മുതലാളിയുടെ ഫിഷിംഗ് ബോട്ട് പാപ്പി വിൽക്കാനിട്ടിരിക്കുവാ. അത് മേടിച്ച് ഡാഡിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനാ. എന്നാ പിന്നെ ഒട്ടും കുറയ്ക്കണ്ട. ഇവന്റെ മമ്മിക്ക് വീഗാലാൻഡും പെങ്ങൾക്ക് ലുലുമാളും കൂടെ ആയാലും. അതാണ് തറവാടി. അയ്യടാ, ദേ ഈ മന്ദബുദ്ധിയുടെ വെള്ളത്തരവും കിട്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊരു ചായക്കാശ് പോലും കിട്ടത്തില്ല. നമ്മൾ പെടും. ഏതായാലും ഈ പരിപാടിക്ക് ഞാനില്ല. ഡാഡിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ്. നീ ഇതെവിടെ പോന്നു? ഇത് തടയും. മൂളിപ്പാട്ട് കേട്ടിട്ട് കുഞ്ചാക്കോ നല്ല മൂഡിലാന്ന് തോന്നുന്നു. നമസ്കാരം കുഞ്ചാക്കോ. ഞങ്ങൾ എല്ലായിടത്തും തിരക്കി. ഈ സമയത്ത് കുളിക്കുമെന്ന് കരുതിയില്ല. ഞാനും തീരെ പ്രതീക്ഷിക്കാത്തൊരു കുളിയായിരുന്നു. പോയി നാളത്തേക്കുള്ള പൈസ റെഡിയാക്കി. അച്ഛൻ നാളെ ഫാൻസുകൾ അച്ഛന്മാരും വരണം. നമ്മുടെ മുരളിയാ ടീമിന്റെ വിക്കറ്റ് കീപ്പർ. എടാ നല്ല തീർത്ത കളി കളിച്ചോണം കേട്ടല്ലോ. ഇവിടെ സ്പോർട്സ് കോട്ടയാണെന്ന് പറഞ്ഞ് കുറെ അമ്മമാര് വന്നിട്ടുണ്ട്. ഒരു ഗുണവും ഇല്ല. എടാ മുരളി, നാളെ നമുക്ക് കപ്പെടുക്കണം കേട്ടോ. ഉറപ്പായിട്ടും. അനി അച്ഛോ നിന്നടാ. എടാ, ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയി. മിനിസ്റ്ററേയും CTPയും കണ്ടു. നമ്മുടെ ബിൽഡിംഗ് കാര്യത്തിന് നല്ല പുരോഗതിയുണ്ട്. അതൊക്കെ ശരിയാവച്ചോ. ഭാഗ്യത്തിന് അച്ഛൻ്റെ വരവിനെ പറ്റി പിന്നീട് ആരും ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ പ്ലാവനാക്കുഴി അച്ഛൻ. പിന്നെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്നലെയും അജുവിനെ കാണാൻ അവൻ്റെ ഡാഡി വന്നിരുന്നു. പക്ഷെ അവൻ കാണാൻ കൂട്ടാക്കില്ല. നീ ഒന്നുകൂടെ അവനോടൊന്ന് പറഞ്ഞു നോക്കാവൂ. വലിയ താല്പര്യമില്ലാഞ്ഞിട്ടും പലരും നിർബന്ധിച്ചിട്ടാ അവനോട് പഠിക്കാൻ ചേർന്നിട്ടുള്ളത്. എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ കാര്യത്തിൽ അവനെ വല്ലാണ്ട് അങ്ങോട്ട് നിർബന്ധിക്കാതിരിക്കുന്ന ബുദ്ധി തോന്നിച്ചോ. ഇനി അയാൾ വരവ് തുടർന്നാൽ താമസിയാതെ ദുബായിലേക്ക് തിരിച്ചു പോയി കളയുന്ന അവൻ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്.